ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു നാടൻ വിഭവമായിട്ടാണ്. ഞണ്ട് റോസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കുക. അത് നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രമേ നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ എണ്ണ ചൂടായതിനു ശേഷം 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി മൂപ്പിച്ചിട്ട് ഏകദേശം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ 2 സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകും നെടുകെ മുറിച്ചതും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴട്ടുക. അങ്ങനെ ഏകദേശം ഈ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഒരുവിധം സോഫ്റ്റായി വന്നതിന് ശേഷം ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു 1 ടേബിൾ സ്പൂണ്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ അതും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അതൊരുവിധം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം വേവിക്കാൻ വയ്ക്കുക. അങ്ങനെ 15 മിനിറ്റിന് ശേഷം അത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കണം. കാരണം അതിനകത്ത് അധിക വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വെക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഞണ്ട് റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും വേണം കേട്ടോ. താങ്ക് യു.